ആലുവയിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ചതിൽ KSU നേതാവ് നിജാസിനെതിരെ കേസെടുത്ത് പോലീസ്. സൂപ്പർമാർക്കറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ബാലകൃഷ്ണനാണ് മർദ്ദനമേറ്റത്. അകാരണമായാണ് തല്ലിയതെന്നും വാഹനം മാറ്റിയിടാൻ പറഞ്ഞതായും നിജാസിനെ പ്രകോപിപ്പിച്ചു എന്നും ബാലകൃഷ്ണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സാഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ ഉള്ളത് ആലുവയിലാണ്. എന്നോടൊപ്പം നിൽക്കുന്നത് ആലുവയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തിരുന്ന ബാലകൃഷ്ണൻ ചേട്ടനാണ്. ചേട്ടനെ കഴിഞ്ഞ ദിവസം KSUവിൻ്റെ എറണാകുളം ജില്ലയിലെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. അത് വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു. സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലിയെടുക്കുന്ന വ്യക്തി എന്താണ് ഈ വാഹനം പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കം എന്തായിരുന്നു? അതായത് കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് 2 വീലർ കൊണ്ടുവന്ന് അതിൻ്റെ ഒത്ത നടുക്ക് വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ അതൊന്ന് ഒതുക്കി വയ്ക്കണം എന്ന് ഞാൻ വന്ന ആളോട് പറഞ്ഞു. അപ്പോൾ അവൻ തർക്കത്തിനായിട്ട് മുന്നോട്ട് വന്നു. എന്നെ അനാവശ്യങ്ങൾ കണ്ടമാനം പറയുകയും നീ ആരുടെ ചോദിക്കാൻ, ഞാൻ ഇവിടെ കടയുടെ മുമ്പിലല്ലട വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്നെ അനാവശ്യങ്ങൾ ഒരുപാട് പറഞ്ഞു. ബാലകൃഷ്ണൻ ചേട്ടൻ എത്ര വയസ്സുണ്ട്? എനിക്ക് 73 വയസ്സ്. ഈ വന്ന ആൾക്ക് എത്ര വയസ്സുണ്ടാവും? ഞാൻ ആദ്യം സംസാരിച്ച പയ്യന് കൂടി വന്ന ഒരു 25 വയസ്സിൽ കൂടുതൽ, ഒരു കൊച്ചുമോന്റെ പ്രായം. അതെ. രണ്ടാമത് ഇവൻ മിൽമയുടെ വണ്ടി ഓടിക്കുന്ന കോൺട്രാക്ട് ബേസിൽ വണ്ടി ഓടിക്കുന്ന ഒരുത്തനാണ്. അവനാണ് ഈ പൈസ മേടിക്കാൻ ഓഫീസിലേക്ക് കയറിപ്പോയത്. അവൻ തിരിച്ചു വന്നപ്പോൾ ഈ പറഞ്ഞത് വണ്ടി മാറ്റി വയ്ക്കുന്ന കാര്യങ്ങളാണെന്നും മറ്റവൻ അവനോട് പറഞ്ഞു. അവൻ നേരെ തിരിഞ്ഞ് എന്നെ നെഞ്ചത്തിട്ട് ഇടിക്കുകയും തള്ളി മറിച്ചിടുകയും ചെയ്തു. അപ്പോഴേക്കും ഇവിടെ നമ്മുടെ മാർക്കറ്റിലുണ്ടായിരുന്ന ജോലിക്കാരെ കൂടി ഓടി വന്ന് തടയുകയും കാര്യമായിട്ട് മർദ്ദനം കിട്ടിയില്ലേ? എന്താ സംഭവിച്ചത്? നെഞ്ചിലൊരു ഇടി ശരിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ അവൻ തള്ളി എന്നെ ഭിത്തിയുടെ ഇടയിലേക്ക്, ചെടിച്ചട്ടിയുടെ ഇടയിലേക്ക് തള്ളിയിടുകയും അവിടെ വെച്ചും മർദ്ദിക്കുകയും ചെയ്തു. ഈ പല്ലിന് എന്താ പ്രശ്നം? പല്ലിന് ഈ മോണ പൊട്ടിയിട്ട് കുറച്ച് രക്തം വന്നു. പല്ല് ചെറുതായിട്ട് ഒരിളക്കമുണ്ട്, അത്രേ ഉള്ളൂ. നമ്മൾ ഈ പ്രായമായ മനുഷ്യനാണ്. ഇങ്ങനെ പ്രായമായ മനുഷ്യർ പലയിടങ്ങളിലും സെക്യൂരിറ്റി ജീവനക്കാരായി ജോലിയെടുക്കുന്നുണ്ട്. അവർ ഉപജീവനത്തിന് വേണ്ടി, ഒപ്പം തന്നെ വയസ്സായ സമയത്തും ഒരാളെയും ആശ്രയിക്കാതിരിക്കാൻ വേണ്ടിയുമാണ് ജോലിയെടുക്കാൻ പോകുന്നത്. അവരുടെ ജോലിയുടെ ഭാഗമാണ് വാഹനം മാറ്റിവെക്കുക എന്ന് പറയുന്നത്. അത് മാറ്റിവെക്കേണ്ടത്, അല്ലെങ്കിൽ അത് അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടത് നമ്മളുടെ കടമ കൂടിയാണ്. ഒരു പ്രായമായ മനുഷ്യനെ ഈ രീതിയിൽ ഉപദ്രവിക്കുന്നത് ശരിയായ നടപടിയല്ല. കൃത്യമായ നടപടി പോലീസ് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ വിശ്വസിക്കുന്നത്. എന്തായാലും പ്രത്യേകിച്ചും പൊതുപ്രവർത്തകരൊക്കെ ആകുമ്പോൾ ഒരു സംയമനം പാലിക്കേണ്ടതാണ്. ഈ പ്രായമായ മനുഷ്യനെ ചീത്ത വിളിക്കുക, തല്ലുക എന്നൊക്കെ പറയുന്നത്. കൃത്യമായ നടപടി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.